നമസ്കാരം. 5 വർഷമാകും. അപ്പൊ അതിന്റെയൊക്കെ ഒരു വിലയിരുത്തൽ വരുത്താനാണ് ഞങ്ങൾ എത്തിയത്. അപ്പൊ എന്താണ് 5 വർഷം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ വരുമ്പോൾ നമ്മളൊരു ക്യാപ്ഷൻ തന്നെ ഇസ്മു വരും, മാറ്റം വരും എന്നുള്ളായിരുന്നു. ആ മാറ്റം 10 കൊല്ലം ഭരിച്ചിരുന്ന UDF ഭരണ സംവിധാനത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ 3-ാം ഡിവിഷനിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, 3-ാം ഡിവിഷൻ പല ഭാഗങ്ങളിലും ഈ ചവറുകൾ കുന്നുകൂടി കിടന്നൊരു പ്രദേശം. ബ്രഹ്മപുരം കത്തുപിടിച്ചപ്പോ അതൊരു വലിയൊരു ദുരന്തമായി കാണാതെ അത് ഗവൺമെന്റ് കോർപ്പറേഷൻ നല്ല രീതിയിൽ ഒരു ഗുണമായി കാണുക ചെയ്തു. അപ്പൊ അത് വലിയൊരു മാറ്റം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഹരിതകർമ്മസേന ഇല്ലാതിരുന്ന ഈ നമ്മുടെ പ്രദേശം ഡിവിഷനായിരുന്നു. അവിടെ ഹരിതകർമ്മസേന ആദ്യം നടപ്പിലാക്കിയ വളരെയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ആൾക്കാർ അത് ഉൾക്കൊണ്ടു. ശുചിത്വം നമ്മളെയും കൂടി ബാധ്യതയാണെന്ന് ആളുകൾ മനസ്സിലാക്കി. സർക്കാരിന്റെ കോർപ്പറേഷന് മാത്രം ചുമതലയില്ല ഈ മാലിന്യം കൈകാര്യം ചെയ്യുക. അത് ഗവൺമെന്റ് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് ബോധവൽക്കരിച്ചതിന്റെ ഭാഗമായിട്ട് ആളുകൾ സ്വയം ഏറ്റെടുക്കുകയും ആളുടെ സഹകരണത്തോടെ തന്നെയാണ് മാലിന്യം വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും. ഇത് വലിയൊരു നേട്ടമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ് ഡിവിഷൻ. നമ്മുടെ ഈ മാങ്ങാച്ചാപ്ര, നെല്ലിക്കടവ് ഭാഗങ്ങളിലൊക്കെ ഞാൻ വരുമ്പോൾ ടാങ്കർ ലോറി ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്ര രൂക്ഷമായിരുന്നു. കാരണം ഒരു പരിധിവരെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ട് ഇരിക്കുന്ന സമയത്താണല്ലോ വരുന്നത്. ചുങ്കമ്പാലത്തിന്റെ മുകളിൽ ആ വീടുകളിൽ അവർക്ക് ടാങ്കർ ലോറി ഇല്ലാണ്ട് അവർക്ക് ഒരു ദിവസം പോകാൻ പറ്റില്ല. ആ ഒരു പ്രദേശം ചുങ്കമ്പാലത്തിന് മുകളിൽ ആ പാലത്തിന്റെ മുകളിൽ അവിടെ ഒരു 10-12 വീട്ടുകാരുണ്ട്. അവർ ആ വിഷയം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ അഴുക്ക് വെള്ളം പല ഭാഗങ്ങളുണ്ടായിരുന്നു. അത് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുകൊണ്ട് ഇരവേലി കോളനിയിൽ നമുക്കൊരു MLA സഹായത്തോടുകൂടി നമുക്ക് ആ കോയിൽ മാറ്റിയിടുകയും അവിടുത്തെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. നെല്ലിക്കടവിൽ ഇതേമാതിരി തന്നെ അഴുക്ക് നിറഞ്ഞ വെള്ളമായിരുന്നു, അതും പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ നമുക്ക് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ഡിവിഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വയോജന ക്യാമ്പ് നമുക്കറിയാം. ഇവിടെ പിന്നെ പെൻഷൻ വായിക്കുന്ന ഒരുപാട് ആളുകളുള്ള പ്രദേശങ്ങളാണ്. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം തന്നെ 500 തരം പുതിയ പെൻഷൻ ആളുകൾ കൊടുക്കും. നേരത്തെ നിലവിലുള്ള പെൻഷൻ ഉണ്ട്. ഇവിടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. വയോജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വയോജന ക്യാമ്പ് സംഘടിപ്പിക്കുകയും പിന്നെ ഡോക്ടർ വരികയും മാസത്തിൽ നമുക്ക് അല്ലെങ്കിൽ ആളുകൾ ഇതേമാതിരി ഇവരെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതായത് ഈ ഡിവിഷനിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ വയോജനങ്ങളാവട്ടെ, ഇപ്പൊ ഒരുവിധം വനിതകൾ, സ്ത്രീകൾ, അവരുടെയൊക്കെ ഒരു, അതായത് ADS, കുടുംബശ്രീ എന്നുള്ള സംഭവമൊക്കെ നമുക്ക് ഏകോപിച്ചു കൊണ്ടുപോകാൻ കൗൺസിലർ എന്ന നിലയിൽ ഇസ്മുവിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് വയോജന കാര്യം പറയുമ്പോൾ വിമാനയാത്ര സംഘടിപ്പിച്ചൊരു വലിയ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ 74 ഡിവിഷനിൽ അന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 ഡിവിഷനിലൊക്കെ ചെയ്തേക്കണം. നമ്മുടെ ഡിവിഷനിൽ ഒരു 10-30 വരുന്ന പ്രായമുള്ള ഉമ്മമാർക്ക് 60 വയസ്സ് കഴിഞ്ഞ് ഇതുവരെ വിമാനത്തിൽ കയറാത്ത, ഇതുവരെ ട്രെയിൻ എന്താണെന്ന് കാണാത്ത ആ ഉമ്മമാരോടൊപ്പം ഞാനും കൂടി ചേർന്ന് ഒരു വിമാനയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വലിയൊരു ഇമ്പാക്ട് ആണ് ഉണ്ടായത്. അവർക്ക് വലിയൊരു സന്തോഷം. പിന്നെ അവരുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയൊരു ടൂർ പോയി. അതൊക്കെ വലിയ രീതിയിൽ ആളുകളുടെ ഇടയിൽ നല്ലൊരു മെസ്സേജ് കൊടുത്തു. കാരണം ഈ കോർപ്പറേഷൻ, ഇവിടുത്തെ കൗൺസിലർ ഇത്തരം ആളുകളുടെ ഇടയിലുണ്ട്, ഈ വയോജനങ്ങളുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സംഭവം ജനങ്ങളുടെ ഇടയിൽ വരികയും അത് നല്ല രീതിയിൽ ആളെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് വെൽനസ് സെന്റർ. അത് കൊച്ചിൻ കോർപ്പറേഷൻ പറഞ്ഞില്ല, നല്ലൊരു മാറ്റം ഉണ്ടായി. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് പല ഡിവിഷനിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഡിവിഷനിൽ സ്വന്തമായിട്ട് കെട്ടിടങ്ങളില്ല, സ്വന്തമായിട്ട് ഭൂമിയില്ല. അപ്പൊ ഈ പദ്ധതി ഇവിടെ നമുക്ക് നടക്കാൻ പറ്റില്ല അവസ്ഥയിലിട്ടായിരുന്നു നമ്മളത്. കോർപ്പറേഷന്റെ തനതായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഇല്ലാത്ത ഒരു ഡിവിഷനാണ്. അത് നമ്മൾ ഇതേമാതിരി MS സ്കൂളുമായി ചേർന്ന് സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ആവശ്യം ഉള്ളപ്പോൾ അവര് നമ്മളോട് സഹകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പിന്നെ അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഡേറ്റ് കാത്തിരിക്കും. പിന്നെ ആരോഗ്യത്തിന്റെ കാര്യം കൂടി പറയുമ്പോഴാണ് സ്ത്രീകളെ ആരോഗ്യത്തിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ഫിറ്റ്നസ് സെന്റർ വർഷങ്ങളായിട്ട് ഒരു കെട്ടിടം ഒഴിഞ്ഞു കിടക്കണമായിരുന്നു. യാതൊന്നും ഇല്ലാതെ ആ ഒഴിഞ്ഞു കിടക്കുന്ന ആ കെട്ടിടത്തിന് അവിടെ നമ്മളൊരു 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആധുനിക സംവിധാനത്തോട് AC ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുന്നുണ്ട്. അതും ഉദ്ഘാടനത്തിനായിട്ട്. AC ഫിറ്റ്നസ് സെന്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പൊ സ്ത്രീകളുടെ വെൽനസ് എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് നമുക്ക് അതിലുള്ളത്? നമുക്ക് എല്ലാ സ്ത്രീകൾക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സംരക്ഷണപരമായിട്ട് എല്ലാ ആധുനിക ഓപ്പൺ ജിം സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനം അതിന്റെ അകത്തുണ്ട്.
അത് MLA-ന്റെയും ഒരു ഫിസിക്കൽ ട്രെയിനറൊക്കെ വെച്ചിട്ടാണോ അത് ഉദ്ദേശിക്കുന്നത്? ട്രെയിനർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതടുത്ത് തന്നെ മേയറിന് MLA ഡേറ്റ് കറക്റ്റ് ആയിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PM മുഹമ്മദ് നമ്മളെ 3-ാം ഡിവിഷന്റെ കൗൺസിലർ ആയിരുന്നു. അതുകൂടാതെ നമ്മുടെ ഈ പ്രദേശത്ത് പാർട്ടിയുടെയും സാധാരണക്കാരുടെയും എല്ലാം ഒരു ജനകീയ നേതാവും ഒരു മേയർ കൂടിയായിരുന്നു. പുള്ളിയുടെ പേരിൽ നമുക്ക് ഡിവിഷനിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. PM മുഹമ്മദ് എന്ന ആ പുള്ളിയുടെ പേര് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി അത് ആ ഈരവേലി കോളനി പാർക്കിന് നമ്മൾ നാമകരണം ചെയ്യുന്നത് TM മുഹമ്മദ് എന്ന അതൊരു വലിയൊരു വിപ്ലവമായിരിക്കും അല്ലേ? കാരണം TM മുഹമ്മദ് എന്ന് പറയുന്ന നല്ലൊരു മേയർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആദ്യം നേടിയിട്ടുള്ളത് തോന്നുന്നു. കുറച്ചും കൂടി ജില്ല മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരില് ഒരു ഇത് വരുന്നത് ഒരു പാർക്ക് തന്നെ സമർപ്പിക്കാൻ, ആ ഒരു കോളനി ഒരു ഏരിയ അത് സമർപ്പിക്കുന്ന ഒരു ചരിത്രമാണ്. ഉണ്ടാക്കിയെടുത്ത കോളനിയാണ്. അവിടുത്തെ പാർപ്പിട പ്രശ്നം പരിഹരിക്കാന്ന് വേണ്ടി അവിടുത്തെ TM-ന്റെ നേതൃത്വത്തിൽ ചെയ്തു. അപ്പൊ അവിടുത്തെ ആളുകൾ തന്നെ വലിയ സ്വപ്നം TM-ന്റെ പേര് അതിടണം എന്നുള്ളത്. നിരന്തരം ആളുകളെ പല ഘട്ടങ്ങൾ ഉന്നയിക്കപ്പെടുമെങ്കിലും അത് ആഗ്രഹം സഫലീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിന് മുൻകൈ എടുക്കുകയും TM-ന്റെ പേരിൽ ആ പാർക്കിന് ആ സ്ഥലത്തിന് TM മുഹമ്മദ് നഗർ എന്നും TM മുഹമ്മദ് പാർക്ക് എന്നും അങ്ങനെ അത് വരും. അതായത് ഇരവേലി കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് തന്നെ അല്ലെങ്കിൽ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കണം. ആ പാർക്കിന്റെ മുഖം മാറി തകർന്നു കിടക്കുന്ന പാർക്ക് നമ്മൾ നവീകരിച്ചു. പിന്നെ CSM-ലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വികസന പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. CSM-ല് പറയുന്നത് ആദ്യം വരുമ്പോൾ എഴുതി നീങ്ങുന്ന പദ്ധതികൾ വേഗത്തിലാക്കാൻ കഴിഞ്ഞു. അതേമാതിരി നമ്മൾ ചുങ്കം പാലം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പാലമായിരുന്നു. നമുക്കറിയാം അതിന്റെ ചരിത്രം വളരെയേറെ വലുതാണ്. രണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു അതിർത്തി, ആ അതിർത്തി തകർന്നെടുക്കുകയും വർഷങ്ങളോളം വലിയൊരു ആവശ്യമായിരുന്നു നമ്മുടെ ആളുകൾക്ക് ആ പാലം നവീകരിക്കാന്നുള്ളത്. ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. നമ്മുടെ ഡിവിഷന്റെ അതിർത്തി കൂടിയാണ് ചുങ്കംപാലം. നമ്മുടെ ഡിവിഷന്റെ അതിർത്തി. പിന്നെ ഈരവേലി കനാലുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഈരവേലി കനാൽ നമ്മളിപ്പോ നടന്നു പോകുന്നത് ചുങ്കംപാലത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോ കയറാൻ വേണ്ടി ചുങ്കംപാലം, ചുങ്കംപാലത്തിനോട് ഇടതുവശത്തോട് ചേർന്നാണ് ഈരവേലി കനാൽ പോകുന്നത്. ആ ഈരവേലി കനാല് വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ തോടിന്റെ ഭിത്തികൾ നടന്നെടുക്കായിരുന്നു. അതിന്റെ റോഡ് ഉണ്ടായിരുന്നില്ല. റോഡും തോടും കൂടി ഒന്നായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. നമുക്കത് ഇപ്പോൾ അതിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതും ഈ ഒക്ടോബർ ലാസ്റ്റോടുകൂടി ആ റോഡിന്റെ പണി പൂർത്തിയാക്കി നമുക്ക് ഡിവിഷൻ സമർപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് വലിയൊരു സന്തോഷകരമായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ ചുരുങ്ങിയ അല്ലെങ്കിൽ ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ട് അത് നടന്നില്ല എന്നുള്ളൊരു വിഷമം ഉള്ള, അല്ലെങ്കിൽ ഇനിയൊരു അവസരം കിട്ടുവാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു... അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കാനൊക്കെ നടന്നത്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഇവിടുത്തെ അംഗൻവാടികൾക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. ഭൂമി ലഭ്യത കുറവാണ്. നമുക്കിവിടെ പ്രദേശത്ത് സ്വന്തമായിട്ട് ഭൂമിയില്ല. അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള സൗകര്യം ഭൂമി ഇല്ലാത്തതിന്റെ പേര് നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഈ ചുങ്കമ്പാലത്തെ ഇറക്കില് അതിന്റെ ഇരുവശങ്ങളിലും പട്ടയ കാലാവധി കഴിഞ്ഞ ഭൂമികളുണ്ട്. ആ ഭൂമികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് കലക്ടറുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായെങ്കിലും ഇപ്പൊ നമ്മളാ നേരത്തെ ഉണ്ടായിരുന്ന കലക്ടർ പുള്ളി നമുക്കൊരു 5 സെന്റ് സ്ഥലം അനുവദിച്ച് തരാമെന്ന ആ ഘട്ടത്തിലാണ് പുള്ളി ഇവിടുന്ന് പോവുകയും, പക്ഷെ ആ സ്ഥലം വീണ്ടും അതിന്റെ ഉടമ SIT സൗത്ത് ഇന്ത്യ കോർപ്പറേഷൻ അത് വീണ്ടും കേസ് കൊടുക്കുകയും അത് കേസിന്റെ ഘട്ടത്തിൽ നിൽക്കുക. അല്ലെങ്കിൽ നമുക്കൊരു 5 സെന്റ് സ്ഥലം പുള്ളിയുടെ സഹായത്തോടെ നമുക്ക് ലഭിച്ചേനെ. അപ്പോൾ ഒട്ടനവധി അംഗൻവാടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചേനെ. അതാണ് നമുക്കൊരു നടപ്പാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമത്തോടെ നിൽക്കുന്ന സംഭവം. മറ്റു ഡിവിഷനുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡിവിഷനാണ്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിനോട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിന്ന ഒരു ഡിവിഷൻ എന്നൊക്കെ ആദ്യം നേടിയ ഒരു ഡിവിഷനും കൂടിയാണ് 3-ാം ഡിവിഷൻ. ഇവിടെ ഇനി ഇതിൽ കൂടുതൽ എന്തൊരു വികസനം കൊണ്ടുവരാൻ നമുക്ക് പറ്റും? നമുക്കിവിടെ ഡിവിഷൻ വലുതായല്ലോ, സ്ഥലത്തിന്റെ ലഭ്യത അടുത്ത വരുന്ന കൗൺസിലറിനോ അല്ലെങ്കിൽ അടുത്ത വരുന്ന ഡിവിഷനിക്കോ ഇനി അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 5-ാം ഡിവിഷന്റെ ഒരു 2 വരുന്ന ബൂത്തുകൾ നമുക്ക് ഈ ഡിവിഷനിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവിഷനിൽ ഹാളില്ല. ഒരു കയറി വരുമ്പോൾ നമുക്കൊരു KM മുഹമ്മദ് ഡിവിഷന്റെ ഭാഗമായിട്ട് വരും.
BSSന്റെ ഒരു വലിയ ഭൂപ്രദേശം നമുക്ക് കയറി വരും. ഒട്ടനവധി വിഷയങ്ങൾ അതോടുകൂടി നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. LDFന്റെ ഒരു ഭരണമായി ഇനിയും തുടർന്ന് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പൊ പറഞ്ഞ ചുങ്കപ്പാലം അല്ലെ? ഇത് ശരിക്കും പറഞ്ഞ 2ാം ഡിവിഷനിൽ നിന്നും കയറി നമ്മുടെ 3ാം ഡിവിഷന്റെ കവാടമാണ്. തീർച്ചയായിട്ടും ഇത് പൂർത്തീകരിച്ച് കാണുമ്പോൾ സന്തോഷം. എന്താണ് കൗൺസിലർക്ക് പറയാനുള്ളത്? ഈ പൂർത്തീകരണ ഘട്ടം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചരിത്രപ്രധാനമുള്ള പാലമുള്ളത്. ആ സമയത്ത് തന്നെ ഇത് ഇഴഞ്ഞു നീവുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ആളുകളിലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു ആശങ്ക. ഇതിപ്പോൾ പൂർത്തീകരിക്കപ്പെടും. പിന്നെ CSMന്റെ പദ്ധതി ആയതുകൊണ്ട് പല ഭാഗത്തും ഇഴഞ്ഞു നീങ്ങുന്ന ആളുകൾക്ക് ഒരു നിരാശ ഉണ്ടായി. പക്ഷെ അതൊക്കെ നമ്മൾ നേരത്തെ ഇടപെട്ടുകൊണ്ട് മേയറിന്റെയും ഒക്കെ ആ ഒരു ഇടപെടലോട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. കുറച്ചധികം നാൾ ഇത് പൂർത്തീകരിക്കാണ്ട് കിടക്കുന്നു. ആ സമയത്ത് എങ്ങനെയാണ് അത് ആ ഒരു ബുദ്ധിമുട്ട് കൗൺസിലർ എന്ന നിലയിൽ അതിജീവിച്ചത് എങ്ങനെയാണ്? കൗൺസിലർ ഞാൻ പറഞ്ഞില്ല, നിരന്തരം ഇത്തരം വിഷയങ്ങൾ നമുക്ക് ധരിപ്പിക്കാനുള്ള നമ്മളെ ഉയർന്ന ആളുകളെ നിലയ്ക്ക് MLA മേയറൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ സമീപിക്കുകയും ആ വേഗത കുറവിലൊക്കെ അവരുടെ വിട്ടുകൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ പൂർത്തീകരിക്കാനുള്ളത് ഈ റോഡാണ്. ഈ റോഡിന്റെ ഒരു അവസ്ഥ ഇപ്പൊ ഒന്ന് പറയാം. എന്താണ് ഇതിന്റെ സ്റ്റാറ്റസ് ഒന്ന് പറയാം? റോഡിന്റെ ഭിത്തി ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കല്ല് നിരത്തുന്ന ഇപ്പൊ നിരപ്പായിക്കൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ടാറിങ് ആരംഭിക്കും. സമയമില്ല, പെട്ടെന്ന് തീരും. ഇപ്പോ നവംബർ ആണല്ലോ ഇലക്ഷൻ. ആദ്യ വാരം ആയിരിക്കും അതിന്റെ വിജ്ഞാപനമൊക്കെ വരുന്നത്. അപ്പൊ അതിനുള്ളിൽ നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ ഈ മാസത്തോടുകൂടി തന്നെ പൂർത്തീകരിക്കാൻ സഞ്ചാരയോഗ്യം. അത് കുറെ നാളായില്ല ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു നെഗറ്റീവ് ഇവിടുത്തെ ആൾക്കാര് കൗൺസിലറിനോടായിരിക്കുമല്ലോ പറയുന്നത്. ആ ഒരു പ്രതിസന്ധി ഘട്ടം കൗൺസിലർ എങ്ങനെയാണ് തരണം ചെയ്തു വന്നത്? ഇവിടുത്തെ ആളുകൾക്ക് ഇതിന്റെ വശങ്ങൾ അറിയാം. ഈ തോടിന്റെ ഇഴഞ്ഞു നീങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ. ഏറ്റ സമയത്ത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കില്ല. അതില് ആളുകൾ ഒരു കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം. ഇറങ്ങി നിന്നുകൊണ്ടാണ് ഏറ്റ സമയത്ത് ആ സമയങ്ങൾ, അതായത് കഴിഞ്ഞ കൊല്ലം ഈ നവംബർ ഡിസംബർ ഏറ്റവും കൂടുതൽ സമയത്താണ് നിർമ്മാണം ആരംഭിക്കണം. അപ്പൊ അതുമായി ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ മാലിന്യങ്ങൾ, ഈ അപ്പുറത്തെ അറവുശാലകൾ എന്നൊക്കെ പറഞ്ഞ മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുകുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടുത്തെ ഇതുമായി നിർമ്മാണത്തിരിക്കുന്ന ആള് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് കൊച്ചിൻ കോർപ്പറേഷന് അറവുശാല ഇല്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടി നമ്മുടെ ഈ കനാൽ അനുഭവിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. അതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ അത് അതിനുശേഷമാണ് പിന്നെ അവിടെ നിന്ന് അറവ് മാലിന്യങ്ങൾ നേരിട്ട് എടുത്തുകൊണ്ടാവുന്ന രീതിയിലേക്ക് വന്നത്. അതൊക്കെ തരണം ചെയ്യുകയും പിന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിന്റെ ഈ തോടുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വെള്ളത്തിന്റെ ഏറ്റത്തിന്റെ വിഷയം, ഏറ്റക്കുറവിന്റെ വിഷയം അതുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയങ്ങളാണ് ചെറിയൊരു ഇഴഞ്ഞു നീങ്ങൽ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ഇത് ഭിത്തി മാത്രമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഭിത്തി, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിന്റെ മുകളിൽ ഫെൻസിങ് ചെയ്ത്. ഫെൻസിങ് ചെയ്താലല്ലേ കുറച്ചുകൂടി നമുക്ക് മാലിന്യം വലിച്ചെറിയുന്ന സംവിധാനം. ഫെൻസിങ് വരും. ഇത് കഴിഞ്ഞാൽ ഫെൻസിങ് ഉണ്ട്. ഈ റോഡുകൾ ടാറിട്ട് അതിമനോഹരമാകുമ്പോ തന്നെ നല്ലൊരു ഭംഗിയാവും. എന്നാൽ മാത്രമേ നമുക്ക് ഈ റോഡിന്റെ പണി തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരു സംഭവം തീരാണ്ട് റോഡിന്റെ പണി തീർക്കാൻ പറ്റില്ല എന്നുള്ളത്. പണി ഇത് കഴിഞ്ഞിട്ട് ഫെൻസിങ് തുടങ്ങുള്ളൂ. ടാറ് ഇപ്പൊ നമുക്ക് ഈ ആഴ്ച കഴിഞ്ഞാൽ തന്നെ ടാറിന്റെ പണി ആരംഭിക്കും. അപ്പൊ അതിന്റെ അപ്പുറത്തെ ഭാഗത്ത് തന്നെ കല്ല് നിരപ്പാക്കുന്ന സംഭവം തുടങ്ങി കഴിഞ്ഞു. ഇവിടുത്തെ ഫുട്പാത്തിന്റെ കഴിഞ്ഞോ? ഫുട്പാത്ത് കഴിഞ്ഞു. ഫുട്പാത്ത് ഈ വശം ഇങ്ങോട്ടില്ല. ഇല്ല, അത് ഇവിടം പേരുള്ള ഇതിന്റെ ഡ്രെയിനേജ്. പിന്നെ ഇത് കൂടെ ഇപ്പൊ 5 വർഷം ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ കോർപ്പറേഷൻ തനത് ഇതുണ്ടല്ലോ പ്രോജക്റ്റുകൾ, ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന അതെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റി. അതെ, നമുക്ക് പിന്നെ ഇപ്പൊ ലാസ്റ്റ് പ്ലാൻ ഫണ്ടിലുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ 2-3 കൽവെട്ടിന്റെ വർക്ക് ഉണ്ട്. അപ്പോ ഇരവേലി ഈ ആ ജംഗ്ഷനിൽ ഒരു കൽവെട്ട്, 2 കൽവെട്ടുണ്ട്. താഴ്ന്ന റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൽവെട്ട് താഴ്ന്നിരിക്കുന്നു. അതിന്റെ ഫണ്ട് നമുക്ക് പാസ്സാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ അതിന് മുമ്പ് നടക്കുമെന്ന് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇരവേലി മദർ തെരേസ റോഡില് അതിന്റെ 2 വശങ്ങളിലും സ്റ്റീൽ ഹാൻഡില് അതിന്റെ കരാറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കാലഘട്ടം തന്നെ ഫണ്ടും പൂർത്തീകരിച്ചൊക്കെ വന്നേക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പൂർത്തീകരിക്കാണ്ട് പിന്നെ കൗൺസിലർമാർ എന്നുള്ളൊരു തുടർ പ്രക്രിയയാണല്ലോ. നമ്മള് തുടർന്ന് വന്ന കാര്യങ്ങൾ അടുത്ത കൗൺസിൽ ആണെങ്കിലും അത് തുടർന്ന്
ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഇതുപോലെ എവിടെയെങ്കിലും പൂർത്തീകരിക്കാണ്ട് കിടക്കുന്ന റോഡുകൾ ഇനി ഉണ്ടോ ഈ ഡിവിഷൻ? ഇല്ല. നമുക്ക് ഈ നമ്മുടെ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന വഴിയില്ല, റോഡില്ല. എനിക്ക് തോന്നുന്നു ആദ്യം മിസ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇവിടുത്തെ ലൈറ്റുകള്, അവിടുത്തെ വഴികള്, കുടിവെള്ളം, മാലിന്യ പ്രശ്നം. ഈ പറഞ്ഞ പോലെ ബ്രഹ്മപുരത്തിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ പോലും ഇവിടുത്തെ ഒരു മാലിന്യ നീക്കം നിലച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പുറമ്പോക്ക് ഭൂമികളൊക്കെ ആ ഭാഗത്തെ കുറച്ച് ഭൂമികൾ ഉണ്ടായിരുന്നില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവിടങ്ങളിൽ നമുക്ക് മാലിന്യം സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ആ പുറമ്പോക്ക് ഭൂമികൾ ഒരു ഘട്ടത്തില് അത് ഒരു ലൈഫ് പദ്ധതിയിലൊക്കെ പെടുത്തണം എന്ന രീതിയിൽ ശ്രമിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു ഫോളോ അപ്പ് എന്ന് പറയാം. ലൈഫ് പദ്ധതി പെടുത്തി കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, സൗത്ത് ഇന്ത്യ കോർപ്പറേഷന്റെ ഭൂമിയായിരുന്നു 10-65 സെന്റ് സ്ഥലം. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്ത് അവിടെ നമ്മൾ ബോർഡ് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞ് ബോർഡും സ്ഥാപിച്ചു. പക്ഷെ പിന്നീട് ഈ സൗത്ത് ഇന്ത്യൻ കോർപ്പറേഷന്റെ ആളുകൾ ആവശ്യത്തിൽ ഇടപെടി, അതുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അറിഞ്ഞത് അവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, സർക്കാരിന്റെ കയ്യിൽ തന്നെ വരുമെന്നുള്ളതാണ്. ആ രീതി നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ തുരുത്തി ഫ്ലാറ്റ് പോലെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ. തുരുത്തി ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചരിത്രമാണ്. 394 കുടുംബങ്ങൾക്ക് ആശ്രയമായി കൊച്ചിൻ കോർപ്പറേഷൻ മുൻകൈ എടുത്ത് കൊടുത്തൊരു സംഭവമാണ്. അതുപോലെ ഒരു പദ്ധതി 3-ാം ഡിവിഷനിൽ സ്കോപ്പ് ഉണ്ടോ എന്നാണ് ഇസ്മുനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ആ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത്തരം സ്ഥലങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ ഈ ഇത്തരം ഭൂമികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത് വൻകിട ബിനാമികളാണ്. ആരുടെയൊക്കെയോ ആളുകൾ ബിനാമികളായിട്ടുള്ള ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അത് സർക്കാരിന്റെ സംവിധാനത്തിലൂടെ അതിന് കേസ് പറയുന്നൊരു വേഗം കൂട്ടി നമുക്കത് പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയണം. നേരത്തെ ഇതേമാതിരി തന്നെ 1-2 സ്ഥലങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പാർപ്പിട പ്രശ്നങ്ങൾക്ക് പരിഹാരം കഴിയും. അപ്പൊ തുരുത്തി ഫ്ലാറ്റ് വലിയൊരു പ്രതീക്ഷയുള്ളൂ. സംസ്ഥാന സർക്കാരും കൊച്ചിൻ കോർപ്പറേഷനൊക്കെ നിന്നുകൊണ്ട് വെറും 4 തൂണും കുറച്ച് കമ്പികളുണ്ടായിരുന്ന ആ ഒരു ഫ്ലാറ്റിനെ അതിവേഗം കൂട്ടി മേയർ ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞ അപ്പൊ തന്നെ ആദ്യം സന്ദർശിച്ച സ്ഥലം അവിടെ ആയിരുന്നല്ലോ. അപ്പൊ ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട് ഈ കൊച്ചി കോർപ്പറേഷനെ കുറിച്ച്, പാവങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇനിയും ഈ പ്രതീക്ഷ പുലർത്തണമെന്നുണ്ടെങ്കിൽ LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം എന്നുള്ളതിനാണ് ആളുകൾക്ക് പ്രതീക്ഷ. ഇത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇസ്മ പറഞ്ഞ TM മുഹമ്മദ് നാമകരണം ചെയ്ത ഇരവേലി കോളനി. നാമകരണമായിട്ടുള്ള പേര് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന പരിപാടി മേയറിന്റെയും MLA ഒക്കെ ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ADS ഒരു വാർഷികവും കൂടി ഉദ്ദേശിക്കുന്നു. ഇവിടെ എത്രത്തോളമാണ് ADSന്റെ ഒക്കെ ഒരു പ്രവർത്തനം? കൗൺസിലറിനെ സംബന്ധിച്ചിടത്തോളം കൗൺസിലറിനെ എങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്? ADS ഇപ്പോ ഞാൻ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചെത്രത്തോളം അങ്ങോട്ട് അവരിൽ നിന്ന് സഹായിക്കുന്നുണ്ട്, അതേമാതിരി തന്നെ അവർ തിരിച്ചും നമ്മളിൽ നിന്ന് ഒരു പരസ്പര സഹായത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷമായിട്ടും അതിന് യാതൊരു, അതായത് കുടുംബശ്രീ ഇവിടെ അതിന്റെ എല്ലാ ഇതോടുകൂടി നടക്കുന്നുണ്ട്, ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട്. അങ്ങനെയാണോ? അതായത് കൗൺസിലറുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും അവരുടെ ഭാഗത്ത് തിരിച്ച് ഇങ്ങോട്ടും വിജയകരമായ രീതിയിൽ നടക്കുന്നു. ഇവിടുത്തെ ഓപ്പൺ ജിം ഒക്കെ ആൾക്കാർ ഈ ഒരു സംവിധാനമൊക്കെ ആൾക്കാരുടെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഓപ്പൺ ജിം ഇപ്പോൾ ആളുകൾ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഈ മരങ്ങൾ നിൽക്കുന്നതിനെ കുറിച്ച് കാക്കന്റെ ശല്യം. ഇത് വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഈ 2 ദിവസം മുടക്കാണല്ലോ, മുടക്കിനൊരു ഇതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. TM മുഹമ്മദ് പാർക്ക്, ഈ പാർക്കിനാണ് ഇപ്പൊ പേര് നാമകരണം ചെയ്തിരിക്കുന്നത്. ആളുകൾ നേരത്തെ പറഞ്ഞവർ തന്നെ ഈ കോളനി ഇങ്ങനെ ആയത് TMന്റെ ഇടപെടലാണ്. ആളുകൾക്ക് വീട് കിട്ടിയത് TMന്റെ ഇടപെടലായിരുന്നു. പിന്നെ ഞാൻ അതിന് ശേഷം ഒരു വീട് മാത്രം പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കോർപ്പറേഷന്റെ പട്ടയം. അവർക്ക് നമുക്കത് വാങ്ങിച്ചു കൊടുക്കാൻ കിട്ടിയവർ. ഇത് ശരിക്കും 56 കോളനി എന്നുള്ള രീതിയിൽ ഉണ്ടായ സംഭവമാണ്. പിന്നെ വേറെ എന്താണ് ഒരു നമുക്കിനി ആ ഫിറ്റ്നസ് സെന്റർ നല്ല രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അതും ഇതിനോടനുബന്ധിച്ച് വെൽനെസ്സും ഫിറ്റ്നസ്സും ഒരുമിച്ച് ഉദ്ഘാടനത്തിന് കാത്തേക്കാണ്. ഈ 5 വർഷക്കാലം ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ വലിയൊരു അങ്ങനെ ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ഇസ്മോന്റെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒരു 10 കൊല്ലം ശരിക്കും ഒരു കുടുംബത്തിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു ഡിവിഷനായിരുന്നു. അപ്പൊ ആ ഒരു അവരുടെ കയ്യിൽ നിന്ന് ഇത് അത് അപ്രതീക്ഷിതമാണ്. എന്നാലും ഒരു രീതിയിൽ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ആ ഒരു മാറ്റത്തെ വിലയിരുത്തുന്നത്? നമുക്ക് ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ട്. 3-ാം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിവിഷനാണ്, ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് അങ്ങനെ വർഷത്തിൽ 5 വർഷം കൂടുമ്പോൾ തോടൊന്ന് കൊഴിയാൽ മതി, അല്ലെങ്കിൽ അത് കോരുന്ന പോലെ ചെയ്താൽ മതി
ബാക്കി ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം വേറെ എടുത്ത് കാണിക്കാൻ പറ്റുമൊന്നുമില്ല. എന്ത് ചെയ്യുന്നു കാണിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ടാകും. നമുക്കിവിടെ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പുറമേ പ്രകടനമുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച ഈ വെൽനസ് ആയാലും ഫിറ്റ്നസ് സെൻ്റർ ആയാലും ഇരവേലി കനാലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തിയാണെങ്കിലും കുടിവെള്ള പ്രശ്നമാണെങ്കിലും ലൈറ്റ് റോഡ് ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ വരുന്നൊരു മാറ്റം പ്രകടനമാണ്. അത് ആളുകൾ അതിൽ നിന്ന് നല്ലൊരു പിന്തുണ അറിയിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന കാര്യങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഫേസ് ചെയ്യാനാണ് അടുത്ത എത്രയും പെട്ടെന്ന്. അധികം സമയമൊന്നുമില്ല. ഈ ഒരു ഡിവിഷൻ സജ്ജമാണോ ഇനി വീണ്ടും നമ്മുടെ ഒരു പിൻഗാമിക്ക് വേണ്ടി? തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ബുദ്ധിമുട്ടാകാവുന്ന ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടികളുണ്ട്. എന്തൊക്കെ ചെയ്തെന്ന് കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പാർട്ടീൻ്റെ 2 വർഷം മാത്രമേ 2 ടേം മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന്, അതിന് മുമ്പ് ഒരു പ്രാവശ്യം PDP ജയിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന്. അതുവരെ സഖാവ് TM ഉം CUNS ഒക്കെ നിലനിർത്തിപ്പോകുന്ന ഡിവിഷനാണ്. അപ്പോൾ ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കുത്തക പാർട്ടി എന്ന് പറയാവുന്ന ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ചെയ്ത വികസന പ്രവർത്തനം കോർപ്പറേഷന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോർപ്പറേഷൻ കൊച്ചിക്ക് ആകെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 5 വർഷത്തിനുള്ളിൽ 10 വർഷം നമ്മൾ പറയുമ്പോൾ ആ 10 വർഷം കഴിഞ്ഞിട്ട് 5 വർഷം കൊണ്ട് ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ. നേരത്തെ സൂചിപ്പിച്ച ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കൈകാര്യം ചെയ്ത രീതി, അവിടെ 10 കണക്കിന് മാലിന്യങ്ങൾക്ക് മുന്നേ കൂടി കത്ത് പിടിക്കുകയും ആളുകൾക്ക് ശ്വാസം മുട്ടൽ പരിഭ്രാന്തി, ഇവിടെ വരെ അതിൻ്റെ വിഷപ്പുക ശ്വസിച്ചിരുന്നു. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അതൊക്കെ പ്രകടമാണ്. അപ്പം ഇനി എങ്ങനെ മറിച്ച് ആളുകൾ വീണ്ടും UDF-നെ തന്നെ ഏൽപ്പിക്കും? മാറ്റം പ്രകടമാണ്. അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇച്ഛാശക്തിയുടെ ഭരണം ആളുകളെ പ്രകടമാണ്. അതിനുകൂടെ തന്നെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 10 വർഷവും ജനങ്ങളുടെ മുമ്പിൽ പ്രകടമാണ്. ഇത് നമുക്കൊരു ആശങ്കപ്പെടേണ്ടതില്ല. ഇനി വരുന്ന 5 വർഷത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പ് നേരിടാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകൾ, ഇപ്പോൾ പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിഞ്ഞല്ലോ, നേരത്തെ ഈ പിച്ചച്ചട്ടി എടുത്ത് ആളുകളൊക്കെ തെരുവിലിറക്കി വിടുന്ന സംഭവങ്ങളുണ്ടായി. പക്ഷെ അത് ഗവൺമെൻറ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? സാമ്പത്തിക പ്രതിസന്ധി എന്ന് ആക്ഷേപിക്കുമ്പോഴും ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഈ ഓണം അലയില്ലാതെ കടന്നുപോയ ഓണം, ആളുകൾ ആഘോഷ രീതി ഉണ്ടല്ലോ. ഈ ഓണത്തെ കുറിച്ച് പറയുന്നത് ആൾക്ക് എന്ത് പ്രയാസം നേരിട്ടാൽ ആളുകൾ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു. പിന്നെ നമുക്ക് തിരിച്ച് ഭരണം നഷ്ടപ്പെടുന്ന യാതൊരു ആശങ്കയില്ല. ഗവൺമെൻറ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു മതപ്രശ്നങ്ങളില്ലാതെ ജാതി വേർതിരിവില്ലാതൊക്കെ പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും LDF-നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അധികാരത്തിൽ നമ്മുടെ ഗുണം ചെയ്യും. പിന്നെ 10 വർഷക്കാലത്ത് നമ്മളെ MLA നിലയ്ക്ക് KJ മാക്സിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഡിവിഷനിലും ഉണ്ടല്ലോ. ഇപ്പോൾ വെള്ളത്തിന്റെ കുടിവെള്ള പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞത്, നേരത്തെ കുടിവെള്ള പ്രശ്നമായി ബന്ധപ്പെട്ട് നമ്മുടെ മേഖലയിൽ വളരെ പ്രശ്നങ്ങളായിരുന്നു. വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. വാട്ടർ ടാങ്കിന്റെ അകത്തേക്ക് വെള്ളം അടിച്ച് കയറ്റിയത് ഇപ്പോൾ MLA-യുമായി ബന്ധപ്പെട്ടുള്ള വെള്ളം കിട്ടാൻ തുടങ്ങി. അത് നമ്മുടെ ഡിവിഷനിൽ വലിയ പ്രകടനമാണ്. വലിയ വാട്ടർ ടാങ്ക് ഉണ്ടായിട്ട് പോലും 3-ാം ഡിവിഷന്റെ അകത്താണ് ഈ വാട്ടർ ടാങ്ക് ഉണ്ടായിട്ട് പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. അത് മാറ്റം വന്നില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ അനുഭവിച്ചറിയുന്നത് ഈ ഭരണത്തിന്റെ നേട്ടം കൊണ്ടാണ്. ആളുകൾ കൈവിടില്ല. തീർച്ചയായും അടുത്ത പ്രാവശ്യം LDF-ന്റെ നേതൃത്വത്തിൽ ഇവിടെ കൗൺസിലർ ഉണ്ടാവും. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കൗൺസിലർ ഇനിയിപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഫിറ്റ്നസ് സെന്ററിലേക്കാണ്. ഇവിടെ ഇനി എന്തൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്? പൂർത്തിയായോ ഫിറ്റ്നസ് സെന്റർ? ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് കുറച്ച് മെഷീൻസ് കൂടി വരാനുണ്ട്. ഒരു 5 ലക്ഷം രൂപന്റെ മെഷീൻസ് കൂടി കയറി വരും. കൂടാതെ AC ആയി വരും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നം എന്ന നിലയ്ക്ക് ഒരു പദ്ധതിയായിരുന്നു. കാരണം ഇവിടെ സ്ത്രീകളെ ബന്ധപ്പെട്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, അവർക്ക് പുറത്ത് ആളുകളെ പോലെ പുറത്തൊക്കെ പോയിട്ട് ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം കുറവുള്ള പ്രദേശമാണല്ലോ. അവരുടെ മാനസികാരോഗ്യം കൂടി ശക്തിപ്പെടുത്താനുള്ള അതിന്റെ ഭാഗമായിട്ട് നിരന്തരം അവരുടെ ആവശ്യം കൂടിയായിരുന്നു. നമ്മുടെ ഫിറ്റ്നസ് സെന്റർ ജൂംബ ഡാൻസ് ഒക്കെ ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ട് അതേപോലെ സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത് ഇനിയിപ്പോ പറ്റില്ല. ഈ ഒരു ഫിറ്റ്നസ് സെന്റർ കൂടി അവരെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇതൊരു ജിം കോൺസെപ്റ്റിലേക്കാണ് വരാൻ വേണ്ടി കഴിഞ്ഞ് ഒരു ട്രെയിനറും സഹായത്തോടെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. പൂർണ്ണമായി സൗജന്യമായിട്ടാണ്. സൗജന്യം ആണ് പൂർണ്ണമായിട്ട്. പക്ഷെ ഒരു ട്രെയിനറെ നമുക്ക് സംഘടിപ്പിക്കണമല്ലോ. അപ്പൊ വെറുതെ വന്ന് കളിച്ചുകൊണ്ട് കാര്യമില്ല. ട്രെയിനർക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതിൽ ചെറിയൊരു ഫീസ് അവർക്ക് കൂടി തോന്നലോ ഇത് നിലനിന്ന് പോകണം എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു തോന്നൽ കൂടി ഉണ്ടാവണം. അപ്പൊ അതാണ് ഫിറ്റ്നസ് സെന്റർ. ഇപ്പൊ ഇതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആളുകളൊക്കെ നല്ല രീതിയിലുള്ള ഫുൾ AC ഫിറ്റ്നസ് സെന്റർ വരുമ്പോ ഫുൾ AC ഫിറ്റ്നസ് സെന്ററായി വരും. അപ്പൊ അതിന്റെ ഈ പ്ലാൻ ഫണ്ടിൽ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ പോകുന്നതിനുള്ളിൽ തന്നെ ചിലപ്പോൾ അത് ആയി വരാൻ ചാൻസ് ഉണ്ട്.
ഏകദേശം ഇപ്പൊ ഡിവിഷനിലെ യുവതലമുറ ആവട്ടെ, അല്ലെങ്കിൽ വയോജന സ്ത്രീകളാവട്ടെ, കുട്ടികളാവട്ടെ, എല്ലാവരും ഇപ്പോൾ ഇസ്മു എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് ഒരു കൗൺസിലർ എന്നുള്ളൊരു വലിയൊരു ക്യാൻവാസിലാണ് അവർ കാണുന്നത്. ഇതിനിടയിൽ ചോദിക്കാൻ പേഴ്സണലി ഒരു വിഷമിച്ച ഒരു ഘട്ടം, കൗൺസിലർ തന്നെ വിഷമം തോന്നിയൊരു ഘട്ടം ഞാൻ പറഞ്ഞപ്പോ നമ്മളെ ഈ ശക്തിയുടെ ഭാഗത്ത് ഒരു വീഡിയോ പുറത്തു വന്നല്ലോ. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊരു വീടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു പ്രദേശം. അപ്പൊ അത് നമ്മളത് ചെയ്തു കൊടുക്കാം, അവരുടെ വീട്ടുകാർ വന്ന് നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേറെ രീതിയിലൊരു വീഡിയോ പുറത്തു വന്നു. പക്ഷെ അത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ MLA സഹായത്തോടുകൂടി, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ആ കുട്ടിക്കൊരു ഭവനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അത് ആ സമയത്ത് നമ്മൾ എങ്ങനെ ഇത് അതിജീവിക്കും? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു വിഷയമാണല്ലോ. ഒരു വീട് ഉയരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലാകാവുന്നൊരു കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളതൊരു MLA കണ്ട് സംസാരിച്ചു. MLA സഹായത്തോടെ നമ്മുടെ ഭൂമി ലഭ്യമാകുന്നതിന് ആ കുട്ടിക്ക് ഒരു വിചാരിച്ചതിനേക്കാൾ നേരത്തെ തന്നെ നമുക്കൊരു ഭവനം സാക്ഷീകരിക്കാൻ വേണ്ടി കഴിയും. അത് ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയത്. പിന്നെ നമുക്ക് ഒരു പ്രയാസം അനുഭവിക്കാമെന്ന് പറഞ്ഞൊരു പ്രതിസന്ധി ഘട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷക്കാലം ഉണ്ടായിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ അനുഭവിച്ചൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായിരുന്നു. പാർട്ടി ആ സമയത്ത് നേരിടുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരുപാട് പേര്, അതാണ് പ്രതിസന്ധി ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന അതാണ് പ്രതിസന്ധി. ശേഷം നമുക്കൊരു പ്രതിസന്ധി എനിക്ക് തോന്നിയിട്ടില്ല. ആ സമയത്ത് പാർട്ടി കാൻഡിഡേറ്റ് ആയിട്ട് വരികയും നമുക്കുണ്ടായിരുന്ന പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി വരികയും അത് പാർട്ടിയെ ജയിപ്പിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അത് ഏറ്റെടുക്കുകയും ചെയ്തത് വലിയൊരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി അന്ന് സഹായിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു ഘട്ടത്തെക്കുറിച്ച് പറയേണ്ടത്. പിന്നീട് നമുക്ക് 5 വർഷത്തെ ഒരു പ്രയാസകരമായ ഘട്ടം എന്ന് പറയാനായിട്ട് വേറൊന്നും മനസ്സിലേക്ക് അങ്ങനെ സന്തോഷം തോന്നിയ സംഭവം. തീർച്ചയായിട്ടും ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമാണ്. എന്നെപ്പോൾ ഒരാൾക്ക് പാർട്ടിയെ എന്നിൽ കൽപ്പിച്ചൊരു ഉത്തരവാദിത്തം കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആളുകളുടെ അഭിപ്രായം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് വികസന വേദി പോലുള്ള സാമൂഹിക സംഘടനകൾ മികച്ച കൗൺസിലറായിട്ട് ഒരു വർഷം തിരഞ്ഞെടുത്ത് പിന്നീട് 5 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊരാളാവുകയൊക്കെ ചെയ്ത് വളരെ സന്തോഷം നൽകുന്ന ഘട്ടമാണ്. തികച്ചും 5 വർഷം ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കടന്നു. മികച്ച കൗൺസിലറുകളുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ ഒരാളായിട്ട് ഇസ്മോ ഉണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തെ കൂടി പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. വരുന്ന പിൻഗാമിയെ സജ്ജമാക്കിക്കൊണ്ട് എന്ന് വിശ്വസിക്കാനാണ്. വരുന്ന പിൻഗാമി ഏതായാലും അവിടെ ആരായാലും ജയിക്കും. പാർട്ടിയുടെ സ്ഥാനാർത്ഥി അത് പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാലും ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ജനറൽ സീറ്റ് ആണെങ്കിൽ വീണ്ടും ഇസ്മോ വരുമെന്ന് പ്രതീക്ഷിക്കാം. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. മറ്റൊരു പിൻഗാമിയെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, എല്ലാ ആളുകളും സ്ത്രീ സംവരണമാണെങ്കിൽ എല്ലാം കണ്ടെത്തുന്ന പാർട്ടിയാണ്. എന്നെ കണ്ടെത്തിയ പാർട്ടിയാണ്. ആ രീതിയിൽ പാർട്ടിക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. ഡിവിഷന്റെ സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നതിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു എല്ലാം കൂടി ഘടകം കൂടി പാർട്ടി കണക്കിലെടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഭിന്നശേഷി ഒരു കുട്ടിയെ സഹായിച്ചതിന്റെ പേരിൽ ഒരു വലിയ രീതിയിൽ അഭിനന്ദനങ്ങൾ നേടിയൊരു കൗൺസിലറും കൂടിയാണ് ഇസ്മോ ദ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇസ്മോ ദ കൗൺസിലർ ആ പേര് തന്നെ എനിക്ക് ഇടയ്ക്ക് മേയറെ കാണുമ്പോൾ തന്നെ ഇസ്മോ ദ കൗൺസിലർ പറഞ്ഞാണ്. അതെ, ഓക്കെ. അതിന്റെ പിന്നിൽ സ്മിതാ ബഷീറാണ് ആ ഒരു പേജ് കൈകാര്യം ചെയ്യാൻ ബന്ധപ്പെട്ട്. കാരണം അങ്ങനെ ഒരു കവറേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അന്ന് ആ വിഷയമായി ബന്ധപ്പെട്ട് കുട്ടി മാനസിക വെല്ലുവിളി നേരിടുന്നൊരു കുട്ടി അനുഭവിച്ചൊരു വിഷമാവസ്ഥയിൽ നിന്ന് ആ സമയത്ത് തന്നെ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞു. ആ കുട്ടിയെ ഞാൻ ഈ അടുത്ത് ആ കുട്ടീനെ ആളുകളെ കണ്ടു, കുട്ടിയെ കണ്ടു. വളരെ മാറ്റമുണ്ട്. 5 വർഷം കടന്നുപോയി. അവന് അന്നുണ്ടായിരുന്ന ആ ആളല്ലേ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഒരു പ്രകടനം. അപ്പം അതിന് ഇടപെടാൻ വേണ്ടി സാധിച്ചു. അങ്ങനത്തെ ഒരു വഴിത്തിരിവാകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചരിതാർത്ഥ്യമുണ്ട്. അപ്പം അതിൻ്റെ അന്നുണ്ടായിരുന്ന പിതാവിന് പോലും ആ വിഷമസ്ഥിതി മാറിക്കാണും. എന്തുകൊണ്ടാണ് നമ്മൾ ഇടപെട്ടത്, പിന്നീട് എന്താ സംഭവിച്ചത്, വളരെയേറെ ഒരു ആ സമയത്ത് നമുക്ക് ഇടപെടാൻ കഴിയുന്ന നല്ലൊരു സന്തോഷം പറയുന്ന കൂട്ടത്തിൽ അതും കൂടി ചേർക്കണം. ആസിയന്റെ വീട് അതും കൂടി കൂട്ടിച്ചേർക്കണം. അങ്ങനെ ഈ കാരുണ്യ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം ആദ്യഘട്ടത്തിൽ വിമർശനം ഏറ്റുവാങ്ങിയെങ്കിലും പിന്നീട് ആൾക്കാരെ കൊണ്ട് അഭിനന്ദനങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് എത്തിയ ഒരു കൗൺസിലർ നിലയിൽ ആളുകൾ വിളിക്കുന്ന സമയത്തിൽ ഇടപെടുന്ന സമയത്തൊക്കെ അവിടെ നമുക്ക് ഉണ്ടാവാൻ കഴിഞ്ഞു. പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഏതായാലും ഈ 5 വർഷം കൊണ്ട് ഇസ്മോ നടന്നു വന്ന കൗൺസിലർ എന്ന ഒരു പദം ഭംഗിയായി പൂർത്തീകരിച്ചു എന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ
ആ ഒരു കാര്യം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിന് ചാനലിന്റെ ഭാഗത്തു നിന്ന് അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഇനിയൊരു ലക്ഷ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരട്ടെ. അതല്ല എങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ഇവിടെ ജയസാധ്യത ഉണ്ടാക്കുന്ന രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്